ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്തായിരുന്നു വീഡിയോ? ചേട്ടയുടെ മീറ്റിംഗ് കഴിഞ്ഞ ദിവസം ചേട്ടായി മീറ്റിങ്ങിന് തൃശ്ശൂർ പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ വെച്ചിട്ട് അവർക്ക് ചെറിയൊരു ഓണത്തിൻ്റെ ഫങ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചേട്ടായി പാട്ട് പാടുന്നു, പാട്ട് മത്സരം ഉണ്ടായിരുന്നു, പിന്നെ കസേര കളി, അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ അവർ എല്ലാവരും കൂടെ, അവരുടെ സാറുമാരും അവർ എല്ലാവരും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ചേട്ടായി ഇന്ന് എന്നെ കാണിച്ചു തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ. അത് ചേട്ടായി പാട്ട് പാടുന്നുണ്ട്. പാട്ടൊക്കെ കേട്ടിട്ടൊന്നും വിചാരിക്കരുത്, പാട്ടൊന്നും അറിയാത്ത ആളാണ്. എന്താ പറയുക, ഒരു സന്തോഷത്തിന് വേണ്ടി പാടിയതാണ്. അപ്പോൾ എല്ലാവരും പാടിയിട്ടുണ്ട്, പക്ഷേ എല്ലാവരുടെ വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയില്ല, ചേട്ടയുടെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഞാൻ അതുകൊണ്ട് അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കുറച്ച് എല്ലാ ഭാഗങ്ങളും ഒന്നുമില്ല കേട്ടോ, കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ അതിനു മുമ്പ് പറയട്ടെ, എൻ്റെ പെടലിക്ക് നല്ല പണി കിട്ടിയിരിക്കുക. ഇന്ന് നമ്മുടെ ചേട്ടായുടെ കുടുംബത്തിൽ ഒരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിന് പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേനും നേരത്തെ അതിന് മുമ്പേ എനിക്ക് ചെറിയൊരു പെടലിക്കൊരു വേദന ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറഞ്ഞു വന്നതായിരുന്നു. പക്ഷേ ഇന്ന് പോയിട്ട് വന്നപ്പോഴത്തേനും എനിക്ക് പെടലി അങ്ങോട്ട് തിരിക്കാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല, ബാക്കിലോട്ടാവാനും പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയിലിരിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല, നാളെ ആയിട്ടൊക്കെ വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല. അതിൻ്റെ പോയതിൻ്റെ ഡ്രസ്സ് പോലും ഞാൻ മാറ്റിയിട്ടില്ല. വന്നു അങ്ങനെ കയറി കിടന്നു. പിന്നെ നല്ലൊരു ഉറക്കം, ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ചൂട്, ഇപ്പോൾ വൈകിട്ടൊരു മഴ പെയ്തു, പക്ഷേ അതിനും ഉച്ച സമയത്തൊക്കെ ഭയങ്കര ചൂടായിരുന്നു. പിന്നെ തന്നെയല്ല അവിടെ ഇങ്ങനെ ടാർപ്പ വലിച്ച് കെട്ടിയതിൻ്റെ കീഴിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതിൻ്റെയും കൂടെ ചൂടടിച്ചിട്ട് ഭയങ്കര തലവേദനയായിരുന്നു. വന്ന പാടെ ഞാൻ നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങി എഴുന്നേറ്റു. നീലൂട്ടൻ അവിടെ ഉണ്ട്. നീലൂട്ടൻ അമ്മയുടെ ചേട്ടൻ്റെയൊക്കെ അടുത്ത് ഇരിക്കുന്നത്. ചേട്ടായി കുളിക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. ചേട്ടായുടെ എന്താ പറയുക, കലാപരിപാടികൾ, ഓണത്തിനോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ നമുക്കെന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ കസേരകളിയുടെ വീഡിയോ ഞാൻ അങ്ങനെ ഇടാമെന്നാണ് വിചാരിച്ചിട്ടോ. പക്ഷെ അതിൽ പാട്ടിട്ടിട്ടുള്ളത് കൊണ്ട് കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ മഞ്ഞ ജുബ്ബ ഇട്ടുകൊണ്ട് ഓടുന്നതാണ് ചേട്ടായി കേട്ടോ. ചേട്ടായിക്ക് തന്നെയായിരുന്നു കസേരകളിക്ക് ഫസ്റ്റ് പ്രൈസും കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതും ചേട്ടായിക്കാണ്. അപ്പോൾ അതിന് സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഓണത്തിന് സദ്യ വയ്ക്കാനുള്ള ഒരു കിറ്റൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ സാധനങ്ങളെല്ലാം, അരിയും മുളക് പൊടി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു ആ കിറ്റിൽ. അപ്പോൾ അങ്ങനെ കസേര കളിയൊക്കെ ആയിരുന്നു. പിന്നെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടിപൊളി പാട്ടല്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മളിനി കാണുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അത്തം മുതൽ അത്തത്തിൻ്റെ അന്ന് ഇട്ട അത്തപ്പൂവാണ് കേട്ടോ. പൂക്കളം ഇട്ടിരിക്കുന്നതാട്ടോ. ഇതാണിരുന്നു അവിടുത്തെ ചേട്ടന്മാരൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ ലൈറ്റ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന മാവിലാട്ടോ. അപ്പോൾ നമ്മളിതാ വൈകിട്ട് വീട്ടിലോട്ട് പോകട്ടോ. വെള്ളമില്ലാത്ത പ്രതിസന്ധി എല്ലാവരും ന്യൂസിലൊക്കെ കണ്ടു കാണും. നമ്മുടെ ട്രിവാൻഡ്രം നഗരസഭയിൽ 44 വാർഡുകളിൽ വെള്ളമില്ല. അതിലൊരു
പിറ്റേ ദിവസം നാളെ, അതായത് നാളെ ഇത് വിനായക ചതുർത്ഥി ആയതുകൊണ്ട് അവിടെ അമ്പലത്തിൽ ഉത്സവം പോലെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ ഞങ്ങളിതാ ഇനി വയ്യാട്ടോ, പെടൽ വയ്യാത്തതുകൊണ്ട് ഞാനിങ്ങനെ മൃഗസ്യാന്നിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഉറങ്ങിയൊക്കെ എഴുന്നേറ്റിരിക്കുമോ, ചേട്ടായി കുളിക്കാൻ പോകാനൊക്കെ റെഡി ആയിട്ടിരിക്കും. ഞാൻ പിന്നെ കുളിക്കാൻ പോകുന്നില്ല, എൻ്റെ പെടൽ വയ്യാത്തതുകൊണ്ട് അനക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുളിക്കുന്നില്ല രാത്രിയിൽ. അങ്ങനെ നീലൂട്ട ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. നീലൂട്ടനും വയ്യാട്ടോ, നീലൂട്ട ഇന്ന് മറിഞ്ഞു വീണ് നെറ്റിയുടെ സൈഡ് ഇത്തിരി മുറിഞ്ഞിട്ടുണ്ട്. എപ്പം അവൻ മറിഞ്ഞു വീണാലും അവൻ്റെ നെറ്റിയുടെ ആ സൈഡാണ്, ഇടത്തെ സൈഡാണ് മുറിയുന്നത് കേട്ടോ. അങ്ങനെ അവൻ അവിടെ നിന്ന് അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞിൻ്റെ സൈക്കിളെടുത്ത് വഴക്കുണ്ടാക്കി എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക സൈക്കിളിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ, സി യു.